തിരുവനന്തപുരത്ത് കാപ്പ കേസിൽ അറസ്റ്റിലായ കോർപ്പറേഷൻ BJP കൗൺസിലർ സുഗതനെതിരെ പോലീസിനെ ആക്രമിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. കേസിൽ ഒന്നാം പ്രതിയാണ് സുഗതൻ. കണ്ടാൽ അറിയാവുന്ന മറ്റ് 3 പേരെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. വട്ടിയൂർക്കാവ് SHOയെയും SIയെയും സുഗതൻ കഴുത്തിന് പിടിച്ചു തള്ളിയെന്നാണ് FIRൽ പറയുന്നത്. സുഗതനും കൂട്ടരും SIയെ മതിലിൽ ചേർത്ത് നിർത്തി മർദ്ദിച്ചുവെന്നും FIRൽ ഉണ്ട്. പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. പ്രതിയെ പിടിക്കാൻ പോയ സമയത്തിൽ അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നതാണ് പ്രതിയെ പിടിക്കാൻ പോയ സ്ഥലത്തിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വട്ടിയൂർക്കാവ് ഇൻസ്പെക്ടർ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് എയറിൽ ഒരു റൗണ്ട് ഫയർ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. ഡീറ്റെയിൽ റിപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ACP അടുത്തത്. അപ്പോൾ അനു വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അനു, വലിയ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായതും സുഗതനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ പോയതുമൊക്കെ. അതൊക്കെ നമ്മൾ വിശദമായി തന്നെ സംസാരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇയാൾക്കെതിരായ FIRൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അനു? സെതു, വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ നേരത്തെ പ്രതിയാണ് വാഴട്ടുകുളം BJPയുടെ കൗൺസിലർ കൂടിയായിട്ടുള്ള സുഗതൻ. ഇപ്പോൾ സുഗതനെതിരെ മറ്റൊരു കേസ് കൂടി, അതായത് ഇന്നലെ രാത്രി പോലീസുകാരെ ആക്രമിച്ച കേസിലും ഇപ്പോൾ സുഗതനെ പ്രതിയായിരിക്കുന്നു. ഇന്നലെ വൈകിട്ടാണ് സുഗതനെ കാപ്പ കേസ് ചുമത്താനുള്ള ശുപാർശയിൽ നേരത്തെ കളക്ടർ ഉത്തരവിടുകയും ഇന്നലെ സുഗതനെ കസ്റ്റഡിയിലെടുക്കാൻ പോയപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ഏതായിരുന്നാലും ഭാരതീയ ന്യായ സംഹിത വകുപ്പുകൾ 121-ൽ 1, 132, 3-ൽ 5, അതുകൂടാതെ കേരള പോലീസ് ആക്ട് 2011 കേരള പോലീസ് ആക്ട് പ്രകാരം 117E എന്നീ വകുപ്പുകളിലാണ് സുഗതനെ ഇപ്പോൾ കുറ്റക്കാരനായി അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഈ പ്രതിയും പ്രതിയുടെ സഹോദരനും കൂടെ, അതായത് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി ചെന്ന ഉദ്യോഗസ്ഥരെ കഴുത്തിന് പിടിച്ച് തള്ളുകയും അതിനുശേഷം കണ്ടാലറിയാവുന്ന 3 പ്രതികളോടൊപ്പം സ്ഥലത്തെത്തിയ 2ാം പ്രതി, അതായത് SHOയെയും അതുകൂടാതെ 2ാം പ്രതി അഭിജിത്തിനെയും ഈ മതിൽ ചേർത്ത് നിർത്തി മർദ്ദിച്ചു, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നടക്കമുള്ള വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് നേരത്തെ ഈ പറയുന്ന വെള്ളക്കടവ് ക്ഷേത്രത്തിൽ നടന്ന ഒരു ഗാനമേളയുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ചില പ്രവർത്തകർ, അതായത് അത് CPM പ്രവർത്തകരാണെന്ന ആരോപണമൊക്കെ ഉണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ കമ്പി വടികൊണ്ട് അവരെ തലക്കടിച്ച് മുറിവേൽപ്പിച്ച് പരിക്കേൽപ്പിച്ച ആളാണ് സുഗതൻ ഉൾപ്പെടെയുള്ളവർ. പക്ഷേ പിന്നീട് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവർ ഓടി രക്ഷപ്പെടുകയൊക്കെ ആയിരുന്നു. പിന്നീട് ഹൈക്കോടതി തന്നെ ഇവർക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയെങ്കിലും ഹൈക്കോടതി അത് തള്ളി. തുടർന്നാണ് ഇന്നലെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് ശ്രമിച്ചത്. ഏറ്റവും ഒടുവിൽ നാടകീയ രംഗങ്ങൾ, പോലീസ് ആകാശത്തേക്ക് വെടിയുതിർക്കുന്ന അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ഏതായിരുന്നാലും സുഗതനും സുഗതൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള 4, അങ്ങനെ മുഴുവനായും പോലീസുകാരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളാണ് ഇപ്പോഴുള്ളത്. ഇതിൽ സുഗതൻ പിടിയിലായിട്ടുണ്ട്. മറ്റ് പ്രതികളെ കൂടെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഓക്കെ.